നിങ്ങളുടെ ദഹനം ശരിയാണോ എന്നറിയാൻ ഈ 5 കാര്യങ്ങൾ നോക്കിയാൽ മതി. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വയറിന്റെ കണ്ണാടിയാണ് നമ്മുടെ നാവ് എന്നുള്ളത്. നാവിൽ കാണുന്ന പൂപ്പൽ, നാക്കിലുള്ള ഒരു വൈറ്റ് കോട്ടിങ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു യെല്ലോ കോട്ടിങ്, അതുപോലെ തന്നെ നാക്കിൽ പുണ്ണ് വരിക, വീണ്ടും വീണ്ടും പുണ്ണ് വരിക. അതുകൊണ്ട് തന്നെ നാവിൽ കാണുന്ന ഈ ലക്ഷണങ്ങളൊക്കെ ദഹന പ്രശ്നങ്ങൾ വരുമ്പോൾ പൊതുവെ കാണുന്ന ഒരു രോഗലക്ഷണങ്ങളാണ്. രണ്ടാമതായിട്ട് നോക്കേണ്ടത് റെഗുലർ ആയിട്ടൊരു ബൗവൽ മൂവ്മെന്റ് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുക. വളരെ കട്ടിയായിട്ട് പോകുക, ഇറഗുലർ ആയിട്ട് പോകുക, അല്ലെങ്കിൽ കൂടെ വയറ്റിൽ നിന്ന് പോകണം തോന്നുക, ഇതൊക്കെ ദഹന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് IBS പോലുള്ള രോഗലക്ഷണങ്ങൾ, പ്രത്യേകിച്ച് കുടലിലെ ചലനത്തിന് വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്നതാണ്. മൂന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് വിശപ്പ് എത്രത്തോളം ഉണ്ടെന്നാണ്. നമ്മൾ ഒരു റെഗുലർ മീൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രിയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴും കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് വീർത്ത് വരിക, അതുപോലെ തന്നെ രാവിലെ കഴിച്ചാൽ പിന്നെ വിശപ്പേ വരുന്നില്ല, രാത്രിയാകുമ്പോഴാണ് വിശപ്പ് വരുന്നുള്ളൂ. ഇതൊക്കെ ദഹന പ്രശ്നങ്ങൾ വന്നാൽ ശരീരം കാണിക്കുന്ന ഒരു ലക്ഷണമാണ്. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അമിതമായിട്ട് ഏമ്പക്കം വരിക. ഒരു 2-3 തവണ ഏമ്പക്കം വരുന്നതല്ല, അമിതമായിട്ട് ഏമ്പക്കം അല്ലെങ്കിൽ കീഴ്വായു, നെഞ്ചരിച്ചിൽ വരുന്നു, പുളിച്ചുതികട്ടൽ വരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം ഇത് ദഹന പ്രശ്നങ്ങളുടെ ഒരു തുടക്കമാണെന്ന്. അഞ്ചാമതായിട്ട് നോക്കേണ്ടത് നമ്മുടെ ഉറക്കത്തിന്റെ ഒരു ക്വാളിറ്റിയാണ്. പ്രത്യേകിച്ച് നമുക്ക് എത്രത്തോളം ഉറങ്ങാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഗട്ടിന് സ്ലീപ്പ് റെഗുലേറ്റ് ചെയ്യുന്നതിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആസിഡ് റിഫ്ലക്സ് ബുദ്ധിമുട്ടുകളുള്ളവർക്ക് രാത്രിയിൽ പ്രയാസം കൂടുന്നതിന്റെ ഭാഗമായിട്ടും ഉറക്കം നഷ്ടപ്പെടുന്നത് കാണാറുണ്ട്. എത്ര ലോങ് ഡ്യൂറേഷൻ ഡയബറ്റീസ് ഉണ്ടെങ്കിലും, എത്ര അൺകൺട്രോൾഡ് ഷുഗേഴ്സിന്, എത്ര കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും കംപ്ലീറ്റ്ലി ഡയബറ്റീസ് മാറ്റിത്തരാന്നുള്ളത് എത്രമാത്രം സത്യമുണ്ട് അതിൽ? അത് പൂർണ്ണമായും സത്യമല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഡയബറ്റീസ്, അതുപോലെ കോംപ്ലിക്കേഷൻസ് ഓഫ് ഡയബറ്റീസ് വന്നു കഴിഞ്ഞവർ, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് ഉള്ളവർ, അതായത് ഒരു 8% മുകളിലൊക്കെ HbA1c പോകുന്നവർ, അങ്ങനെയുള്ളവരുടെ ഡയബറ്റീസ് മാറ്റിക്കൊടുക്കാമെന്ന് പറയുന്നത് നമ്മൾ അവർക്കൊരു ഫോൾസ് ഹോപ്പ് നൽകുന്ന പോലെ ആയിരിക്കും. നമ്മളെ പേഷ്യൻസ് ഒക്കെ OPയിൽ വരുമ്പം വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണിത്. ഡയബറ്റീസിൻ്റെ മെഡിസിൻസ് നമ്മൾ എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് എടുക്കേണ്ടി വരുമോ? അല്ല, ഇൻസുലിൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് എടുക്കേണ്ടി വരുമോ? അതോ നമുക്ക് എപ്പോഴെങ്കിലും ഡയബറ്റീസ് മാറുമോ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് എല്ലായ്പ്പോഴും ചോദിക്കാറില്ല. ഡോക്ടർ ഗായത്രി, എന്താണ് അതിനെ പറ്റി? തീർച്ചയായിട്ടും വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണിത്. അതിൻ്റെ ഉത്തരം പറയാനാണെങ്കിൽ ഡയബറ്റീസ് പലതരത്തിലാണല്ലോ. അപ്പോൾ ഒരു പ്രത്യേകതരം ഡയബറ്റീസുകൾ പറയാനാണെങ്കിൽ, അതായത് ടൈപ്പ് 2 ഡയബറ്റീസ്, കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ അമിതവണ്ണമുള്ള ആൾക്കാരിൽ വരുന്ന ടൈപ്പ് 2 ഡയബറ്റീസ്, ഇത് കൂടുതലും ഒരു ജീവിത ശൈലിയിലുണ്ടാകുന്ന ഒരു ഡയബറ്റീസാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊണ്ടും മെഡിസിൻസും ഒക്കെ കൊണ്ട് അവരുടെ ഷുഗർ കൺട്രോൾ ചെയ്യാനും, അതുപോലെ വെയിറ്റ് കുറയ്ക്കാൻ, ഒരു 10% ബോഡി വെയിറ്റ് എങ്കിലും കുറയ്ക്കാൻ കഴിയുമ്പോൾ പലപ്പോഴും അവരുടെ ഡയബറ്റീസ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാറുണ്ട്. അങ്ങനെ വെയിറ്റ് കുറഞ്ഞു വരുന്നവർക്ക്